ഇന്ന് നമുക്ക് കുഞ്ഞൻ മത്തി വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് വെറൈറ്റിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അയാൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ ഒരു ഐറ്റത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നും അതുപോലെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ മെയിൻ ഐറ്റം കുഞ്ഞൻ മത്തി ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മത്തിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. മത്തി വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു മത്തിക്കായിരിക്കും. മത്തി പുളിയൊക്കെ വയ്ക്കുന്ന ആ ഒരു രീതിയിലുമാണ്. അതുപോലെ തന്നെ ചെറിയൊരു രസത്തിൻ്റെ ടേസ്റ്റും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് കുനുകുന കുത്തി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് നല്ല കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു തക്കാളി, അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. തക്കാളിയും സവാളയും ഇതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പുളി. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളിയും കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാൻ ഇതുപോലെ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. ഒരു മാസത്തോളമൊക്കെ വെച്ചെടുക്കാൻ പറ്റും. മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ഇന്നത്തെ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. ആവശ്യത്തിന് കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഇനി കടുകും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഈ ഒരു ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴാണ് നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത്. അല്ലെങ്കിൽ വെറും വെള്ളം കണക്കായി പോവും. എന്നാലും ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ഗ്രേവിയാണ്. സവാള നന്നായിട്ട് വരണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. സാധാരണ ഏത് മീനും പുളിയൊക്കെ വെക്കുന്ന സമയത്ത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ചേർക്കാറ്. കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് വേറൊരു ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ പേസ്റ്റ് ചേർത്തത്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടെ ആ സവാളയുടെ കൂടെ കിടന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഇത് രണ്ടും നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴാണ് ആ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റും തിക്നെസ്സും എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കല്ലേ. ഇത് റെഡിയാക്കി എടുക്കാൻ ഇത്തിരി സമയമൊക്കെ വേണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതൊന്നുമല്ല, എന്നാലും ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ആ ഒരു ആവിയിലിരുന്ന് കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് കൊഴിഞ്ഞ് വന്നോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടിയിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം, അതാകുമ്പോൾ എരിവിനനുസരിച്ച് ശ്രദ്ധിച്ച് ചേർക്കണം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതിയാണ് മല്ലിപ്പൊടി ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടി പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഗ്രേവിയൊക്കെ തിളച്ച് വരുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം കുറച്ചായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം
അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഗ്രേവി എത്രയാണോ ആവശ്യം അതനുസരിച്ച് ആക്കിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിലായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഹൈപ്പും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ അതിൻ്റെ അഭിപ്രായം എന്താണോ അതും കൂടി കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വെള്ളം ചേർത്താൽ വെറും ലൂസായി പോവും. ആ ഒരു രീതിയിൽ എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ്. ഏതൊരു മീൻകറിക്കും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ഇതിൽ ചെയ്യുന്നുണ്ട്. ദേ ഈ കാണുന്ന ഐറ്റമാണ്. ഇതാണ് പെരുംജീരകം. പെരുംജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണിന് താഴെ അത്രയും മാത്രമേ ചേർക്കാവൂ, കൂടി പോകരുത്. ഈ ഒരു പെരുംജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. പിന്നെ സാധാരണ തേങ്ങ അരച്ച് വെക്കുന്ന കറികളിൽ അങ്ങനെ ചേർക്കാറില്ല. ഇതുപോലെ പുളി വെക്കുന്നതിലും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വെക്കുന്ന കറികളിലും പെരുംജീരകം ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒരുവിധം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനും കൂടി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ വീണ്ടും കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വറ്റി റെഡിയാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ. അത് കഴിഞ്ഞിട്ട് മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ച് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കുന്നുണ്ട്. ഗ്രേവി തിക്കാണ്, എന്നാലും കുറച്ചൊന്ന് ലൂസ് പരുവാണ്. ആ ഒരു പരുവത്തിൽ എടുക്കുന്നുണ്ട്. ഇത് ചോറും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അല്ലാതെ കപ്പയുടെ കൂടെ മാത്രം കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെസിപ്പികളുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പികളുണ്ട്, ബീഫ് കറിയുണ്ട്, അങ്ങനെ ഒത്തിരി റെസിപ്പികളുണ്ട്. അതെല്ലാം എടുത്ത് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ അയാൻസ് വേൾഡ്.